ബോധത്തെ ഉയർത്താതെ ആ ബോധത്തെ നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താതെ നിങ്ങൾ ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. ആ ബോധത്തെ കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബോധത്തോടു കൂടി ജീവിക്കാൻ പറ്റും. ബോധത്തെ മാറ്റാതെ, ഞാൻ വീണ്ടും പറയുന്നു, ട്രാൻസ്ഫോംഡ് ആക്കാതെ, ട്രാൻസ്ഫർമേഷൻ നടത്താതെ, ക്ലാരിറ്റി വരുത്താതെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഗുരുവിൽ നിന്ന് കൃത്യമായി പ്രവഹിക്കുന്ന പ്രാക്ടിക്കലായ കാര്യങ്ങൾ കൂടെ പറയാം. എന്നിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഗുരുവിൽ നിന്ന്, ഏത് ഗുരു ആയിക്കോട്ടെ, ആ ഗുരുവിനെ പറ്റിയിട്ട് ഡെഫിനിഷൻ വേറെ തരാം, എങ്ങനെ ഗുരുവിനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ വിചിന്തനം ചെയ്യുകയാണ്. നിങ്ങൾ അത് മനനം മനനം ചെയ്യണം. മനനം ചെയ്ത് പാമ്പ് പണ്ട് ആളുകൾ പറയുന്നത് പോലെ മാണിക്യം ഊതി 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 മാണിക്യം ഉണ്ടാക്കുന്നത് പോലെ, അതിൻ്റെ കഷ്ടപ്പാട് പോലെ, ഇമാജിനേഷൻ ആയിക്കോട്ടെ പോലെ, നിങ്ങളെ മനസ്സിനെ പഠിക്കുകയും ആ മനസ്സിനെ പഠിച്ചു നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് എക്സാം എഴുതുകയും ചെയ്ത് ആ എക്സാമിൽ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര ബാധ്യതകളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിരാശ വരില്ല. പക്ഷേ ആ ബാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ. ഇന്നലെ പാരൻറ്റിങ്ങിൽ ഒരു ചോദ്യം ഒരാൾ ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞു കൊടുക്കലല്ല പ്രധാനം, പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയും, മനസ്സിലാക്കി കൊടുക്കലാണ്. മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളോട്. കാരണം എന്താ അറിയോ, എൻ്റെ ഉള്ളിൽ ഒരു കള്ളൻ ഉണ്ടാവില്ലെങ്കിൽ, എൻ്റെ ഉള്ളിലുള്ള കള്ളൻ എന്നോട് പറയും, എടാ കള്ള, നീ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തതാണ്. അതുകൊണ്ടാണ് ഡോക്ടർ പറയും സിഗരറ്റ് വലിക്കരുത്. ഡോക്ടർ 10 സിഗരറ്റ് വലിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അയാൾ സിഗരറ്റ് വലി നിർത്തില്ല. ഞാൻ ഉറപ്പ് പറയുന്നു. ഒരു ചെടി എന്തുകൊണ്ടാണ് ഔഷധമാവാത്തതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ആ ചെടിക്ക് അറിയാൻ കൃത്യമായി നിങ്ങളതിനെ വിൽക്കാൻ പോവുകയാണെന്ന്. വിൽക്കാൻ പോകുന്ന ഒരു ധന്വന്തരവും, വിൽക്കാൻ പോകുന്ന ഒരു സംഗതിയും നേരെയാവില്ല. നേരെയാവണമെങ്കിൽ അതിന് വേറൊരു സംഗതി ചെയ്യേണ്ടതുണ്ട്. ചെടിയെ പറയ്ക്കുമ്പോൾ ചെടിയോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചെടിയോട് ആ കാര്യം പറയുമ്പോൾ മാത്രമാണ് ആ ചെടി ഔഷധമായി മാറുന്നത്. അതുകൊണ്ടാണ് വൈദ്യനടുത്തേക്ക് പോകുമ്പോൾ ആ വൈദ്യൻ ഒരു രോഗിക്ക്, എന്നെക്കൊണ്ട് ആ രോഗിക്ക് ഒരു ഗുണമുണ്ടാകുമെന്ന് ആ സസ്യം, ആ ചെടി മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ രോഗിക്ക് രോഗം മാറുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ബോധത്തെ മാറ്റാതെ, നിങ്ങളെ ബോധമണ്ഡലത്തിലെ ഉയർത്താതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബോധമണ്ഡലത്തെ ഉയർത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ധ്യാന രീതികൾ, നിങ്ങളുടെ മെഡിറ്റേഷൻ രീതികൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന രീതികൾ മാറ്റണം. ശീലവിധേയമാക്കപ്പെട്ട നിങ്ങളുടെ ചിന്തകൾ അവസാനിപ്പിക്കണം. ശീലവിധേയമാക്കപ്പെട്ട ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്, ഉറപ്പാണ്. നിങ്ങൾ ഇതേ ചെയ്യൂ. തത്തമ്മേ പൂച്ചയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, റൊട്ടേഷനാണ്, നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതിൽ നിന്ന് മാറ്റം വരുത്താതെ, ആ ഫ്രെയിം തച്ചുടയ്ക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. സോ സിമ്പിളാണ്.